ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ കിച്ചൻ കാറ്റലോഗ്. ഇന്ന് ഞങ്ങളെ വെയിൽസ് ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ലേറ്റായി, അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചയൊന്നും കാണിക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ കോട്ടേജിന് നേരെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അവിടെ കുറേ ഷീപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കാരവനൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നേരെ ഫ്രണ്ടിൽ നല്ലൊരു ആപ്പിളിൻ്റെ ട്രീ ഉണ്ട്. സോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് കോൺവി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ കാരവൻ കോട്ടേജ് ബുക്ക് ചെയ്തത്. സോ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് അതിൻ്റെ അടുത്തുള്ള ഒരു കാഫേയിലാണ്, കോൺവി ഫോൾസ് കാഫേ എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല കാഫേയാണ്. സോ ഞങ്ങൾ രാവിലെ പോയ സമയത്ത് അധികം തിരക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത്, ഇവിടുത്തെ മെനു നോക്കുമ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് സ്നോഡോൺ ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ തന്നെയാണ് അതിലുള്ളത്. സോ ഞങ്ങളത് ഒന്നാണ് ഓർഡർ ചെയ്തത്. സോ നിറയെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സോ ഞങ്ങൾ ഒന്ന് ഓർഡർ ചെയ്തു. സോ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. സോ ഞങ്ങൾ ഇന്നത്തെ മെയിനായിട്ട് ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് മൗണ്ടൻ റെയിൽവേ സ്നോഡോണിലേക്കാണ്. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് സീനിക് റെയിൽവേ ജേർണി ഇൻ ദ വേൾഡ് ആണ്. സോ ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് ഏകദേശം 1.5 മാസം മുൻപേ ബുക്ക് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് തന്നെ ഈ ഒരു ടിക്കറ്റ് ഭയങ്കര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന, അല്ലെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമ്മർ ഹോളിഡേ എന്ന് പറയുന്നത് വളരെ ചാൻസ് കുറവാണ് നമ്മളിപ്പം പോയിട്ടൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതിൽ മുന്നേ പോയിട്ടുണ്ടായിരുന്നു വെയിൽസിൽ. അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ളൊരു ഐറ്റിനറി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവരൊരു 4 days അവിടെ സ്റ്റേ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഓരോ സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്യാനും പോകാനൊക്കെ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ഇത് ഏകദേശം 1.5 മാസം മുൻപ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഏകദേശം ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു. ഒരു ലാസ്റ്റ് സ്ലോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതെന്ന് പറയുന്നത് ഇവിടത്തേക്കുള്ള ടൈം, അതായത് നമ്മൾ ഈ ഒരു റെയിൽവേ പറയുന്നത് ഏകദേശം നമ്മളെ സീ ലെവലിൽ നിന്ന് 1085 മീറ്റർ, അതായത് 3560 ഫീറ്റ് ഹൈറ്റിലാണ് ഈ സ്ഥലം ഉള്ളത്. കൂടാതെ ഇത് പറയുന്നത് ഇവിടുത്തെ UK ഹയസ്റ്റ് വിസിറ്റർ സെൻറ്റർ കൂടെയാണ്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഹെറിറ്റേജ് സ്റ്റീം അല്ലെങ്കിൽ ട്രഡീഷണൽ ഡീസൽ സർവീസ് എന്ന് പറയുന്ന 2 സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഹെറിറ്റേജ് സ്റ്റീം എന്ന് പറയുന്നത് കോൾ ഫയർഡ് സ്വിസ് ബിൽഡ് ആയിട്ടുള്ള ട്രെയിനാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ ഡീസൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള മോഡേൺ ബ്രിട്ടീഷ് ബിൽഡാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹെറിറ്റേജ് എന്ന് പറയുന്നത് നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ഫീൽ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ടിക്കറ്റിന് എക്സ്പെൻസീവും ആണ്. ഇപ്പോൾ ഹെറിറ്റേജിൽ വരുന്നത് അഡൾട്ടിനാണെങ്കിൽ 55 പൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ചൈൽഡ് ആണെങ്കിൽ 45 പൗണ്ടാണ് വരുന്നത്. നോർമൽ ഇപ്പോൾ ഡീസൽ സർവീസ് ആണെങ്കിൽ അഡൾട്ടിന് ഇപ്പോൾ ഒരു 36 പൗണ്ട്, ഇനി ചൈൽഡിനാണെങ്കിൽ 26, ആ ഒരു റേറ്റിലാണ് വരുന്നത്. ഇപ്പോൾ ടിക്കറ്റ് എക്സ്പെൻസീവ് തന്നെയാണ് അത്യാവശ്യം. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോവുകയാണെങ്കിൽ ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ട്രക്കിംഗ് ഒക്കെ പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ വെതർ നോക്കണം. നമ്മളിവിടെ UK ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, എവിടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വെതറാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് റെയിൽവേസിൻ്റെ എക്സാക്റ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ വെതർ ആണ്. സോ നിങ്ങൾ പോകുന്നതിലും മുന്നേ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് വെതറൊക്കെ ഓക്കെയാണ്. പ്രത്യേകിച്ചും ട്രക്കിംഗ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് പിന്നെ നമ്മൾ ഫിസിക്കൽ എങ്ങനെയാണോ നമുക്ക് ഇത്രയും ഏകദേശം ഇതിൽ പറഞ്ഞ് 4 to 7 hours ആണ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ കയറി ഇറങ്ങേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് എന്ന് കേട്ടാൽ 4 അടി പിന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര സമയം എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വേറെ ഒരു പരിപാടിയും പ്ലാൻ ചെയ്തിട്ടില്ല. സോ ഈ പോകുന്ന ഈ വ്യൂ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ഇവർ പറയുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ക്ലിയർ ഡേ ഒക്കെ ആണെങ്കിൽ ഇതിന് മുകളിൽ പോയാൽ ആക്ച്വലി അയർലൻഡ് കാണാൻ പറ്റും, പിന്നെ ആംഗ്ലസി ഐലൻഡും കാണാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല ഫോഗ് ഉണ്ടായിരുന്നു, ഇതൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ ഒരു മൗണ്ടൻ റെയിൽവേ സ്റ്റേഷനിലെത്തി.
സോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ അവർ ചെക്ക് ചെയ്യും. നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ കൊടുക്കണം, ഏത് ടൈമിനാണ് ട്രെയിൻ വരിക എന്നുള്ളത്. നമ്മൾക്ക് ഓൾറെഡി ഒരു സ്ലോട്ട് തന്നിട്ടുണ്ടാവും, ആ ഒരു സ്ലോട്ടിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊന്നുമില്ല, ഫുള്ളി ബുക്ക്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ഫ്രണ്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് അറിയാൻ പറ്റി. ഇവിടെ വന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ചാൻസും ഇല്ല ടിക്കറ്റ് കിട്ടാനായിട്ട്. ഓൾ ട്രെയിൻസ് ആർ ഫുള്ളി ബുക്ക്ഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾ വരികയാണെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ മന്ത്സിൽ വരാമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് വരികയാണെങ്കിൽ ഈ മൗണ്ടൻ്റെ 3/4 വരെ ആ ട്രെയിന് പോകുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ കുറച്ച് മോശമായിരിക്കും. മോശം എന്നല്ല, ഫുള്ളായിട്ട് പോകാൻ പറ്റില്ലായിരിക്കും. അവരുടെ സൈറ്റിൽ അവർ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ ഈ സമ്മർ ഹോളിഡേയ്സാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമാണ്. ഞങ്ങളിപ്പോൾ പോയതെന്ന് പറയുന്നത് ജൂലൈയിലാണ്, എന്നാൽ കൂടെ ഫോഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ വെതർ ഇപ്പം നമുക്കിപ്പോൾ ഒരു 1 വീക്ക് മുന്നേ ഉള്ള വെതറാണ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഏകദേശം 1.5 months മുന്നേ ആണ്. സോ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അതിൻ്റെ അങ്ങ് ഫ്രണ്ടിൽ ഒരുപാട് മുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഫോഗ് ഉണ്ടായത്. സോ ഞങ്ങളിപ്പോൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലാൻബറി സ്റ്റേഷനിൽ നിന്ന് സമ്മിറ്റ് ഓഫ് സ്നോഡോണിലേക്കുള്ള ട്രെയിനാണ്. ഇത് ഏകദേശം 1896 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് സമയം കിട്ടി. പിന്നെ നമ്മൾ അടുത്തുള്ള കടയിലേക്ക് ചാടി കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. മെയിനായിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഈ ഫ്രിഡ്ജ് മാഗ്നറ്റില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടയിലേക്ക് വന്നത്. പക്ഷേ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അതിനെപ്പറ്റി ട്രെയിനിനെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇത് നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന പോലത്തെ ഈ ഡ്രാഗൻ്റെതൊക്കെ ഈ സ്റ്റാച്യു പോലത്തെ സാധനങ്ങൾക്ക്. പിന്നെ ഞാനിവിടെ കണ്ടത് ഈ ടൈഗർ. ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഏകദേശം ഇതിൽ കാണിക്കുന്നത് 330 pound. നമ്മളെ നാട്ടിൽ ഏകദേശം 33,000 പ്ലസ് സംതിങ് വരും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പം. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഇതിന് 70 pound ആണില്ല, 135 pound ഈ ഒരു ലയൺ കബിന് ഉള്ളത്. സോ എന്തുകൊണ്ട് ഇത് ഇത്ര എക്സ്പെൻസീവ് എന്നൊന്നും എനിക്കറിയില്ല. ഏകദേശം 150 എന്ന് പറയുമ്പോൾ അതും 15,000 പ്ലസ് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് വരും. അങ്ങനെ ഈ ഒരു സൈഡിലുള്ള എല്ലാ സാധനത്തിനും ഭയങ്കര പൈസയാണ്. സോ അതൊക്കെ നോക്കി. പിന്നെ ഈ റാബിറ്റിന് എത്രയാണ് വരുന്നത്? റാബിറ്റിനും അത്യാവശ്യം പൈസ ഉണ്ട്, 150 pound. സോ ഏകദേശം പറഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന സാധനമെല്ലാം നമ്മൾ ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 15,000 എബവ് ആണ്. പിന്നെ കുറേ ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഇയറിങ്സ്, ചെയിന്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നോക്കി പിന്നെ നമ്മളിതൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ കൈ പിടിക്കാൻ വേറെ ആളുണ്ടാവും, എടുക്കരുതേ എന്ന് പറയാൻ. സോ ഞങ്ങൾ ഇതൊക്കെ നോക്കി. അത്യാവശ്യം ഒക്കെ എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതുപോലെ ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോയാൽ എല്ലാ സാധനവും ഭയങ്കര എക്സ്പെൻസീവായിരിക്കും. പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് പറയുന്നത് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. അത് അത്യാവശ്യം പിന്നെ എനിക്കതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഈ ഷോപ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ട്രെയിൻ വന്നു. അപ്പോൾ ഓൾറെഡി ഏകദേശം എല്ലാവരും അതിനുള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. സോ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 1 hour സംതിങ് ആണ് ഈ ട്രെയിന് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ടൈം എന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. സോ ഞങ്ങൾ അങ്ങനെ അതിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ ഈ സമ്മിറ്റ് ഓഫ് സ്നോഡോണിലേക്ക് യാത്ര ആരംഭിച്ചു. സോറി കേട്ടോ, ഞാൻ 1 മണിക്കൂറല്ലേ പറഞ്ഞത്. ഇവിടത്തേക്കുള്ള ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് ഏകദേശം 2.5 മണിക്കൂറാണ്.
നമ്മൾ ഇവിടെ എത്താനെടുക്കുന്ന ടൈം, അതിൽ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സമ്മിറ്റ് ഓഫ് സ്നോഡോണിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹാഫ് ആൻ അവർ ടൈം വരും, ഒരു ബ്രേക്ക് പോലെ. നമുക്കിവിടെയൊക്കെ ചുറ്റിക്കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ ഇതേ സ്ഥലത്ത് വരണം. ആ ട്രെയിൻ അവിടെ ഉണ്ടാവും. പിന്നെ ഇത് ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് എടുത്തത്. ചില ആൾക്കാർ സിംഗിൾ വേ മാത്രം എടുത്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നടക്കാൻ ഇത്തിരി മടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് തന്നെയാണ് തിരിച്ചു കൊടുത്തത്. പിന്നെ വെതറും കുറച്ച് മോശമായിരുന്നു, നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പ്, പിന്നെ ഫുഡൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ട് ഈ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തിരിച്ചു പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പിന്നെ എന്ന് പറയാൻ ഇന്ന് ഏകദേശം ഈ ട്രെയിനിന് തന്നെ ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടും പിന്നെ കുറച്ച് ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറച്ച് ടയേർഡായിരുന്നു. അതുകൊണ്ടും ഇന്ന് ഞങ്ങൾ വേറെ ഒരു സ്ഥലവും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹെക്റ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് വരുന്ന സമയത്ത് നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്ന പോലെ ഈ ടൈമിന് ഇവിടെ പോയി, അത് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യലുണ്ട്. പിന്നെ ഒരുപാട് ഹെക്റ്റിക്കായിട്ടുള്ള പ്ലാൻസ് ഒന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 5-6 ദിവസം എടുത്തതിൽ ഇപ്പം നമ്മളിപ്പോൾ ബാക്ക് ടു ബാക്ക് എല്ലാ സ്ഥലത്തും പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാം. പക്ഷെ ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് അങ്ങനെയൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡേ 3 നാളത്തെ വീഡിയോയിൽ കുറച്ച് 2-3 സ്ഥലങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിലിടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ നല്ല ഹൈറ്റിലാണ് ഞങ്ങളുള്ളത്. ഈ ഫോഗ് ഉള്ളതുകൊണ്ട് താഴെ എന്താണെന്നും കൂടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥലത്ത് തന്നെ ലേക്കും വേറെ മൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും കാണാൻ പറ്റിയില്ല. സോ വെതറാണ് എല്ലാം. നമ്മളിപ്പം ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഇത് റെഡിയായി. ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.